ഹലോ ഗായ്സ്, വാട്സാപ്പ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടക്കോട്ട് നിങ്ങൾ അവിടെ പോകണമെന്ന് വിചാരിക്കും അല്ലേ. ഇന്ന് താണ്ട് ഇവർ കുറച്ച് ഇവിടെ ഇന്ത്യൻ അസോസിയേഷനിൽ മറ്റേ ശ്രീരാമൻ്റെ കല്യാണം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഇവരവിടെയൊക്കെ. നമ്മളവിടെ ഞാനിങ്ങനെ കേട്ടിട്ടില്ല, പക്ഷേ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഇന്ത്യൻ അസോസിയേഷനിൽ പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ് ഇന്ന്. അപ്പോൾ ഞാൻ ഇവരോട് അങ്ങോട്ടൊന്ന് പോയി ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് ഇന്നത്തെ ഗൈസ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എത്തും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഇരുന്ന് കാണുക. നമുക്ക് ലെറ്റ്സ് ഗോ ഗൈസ് വീഡിയോയിൽ. അങ്ങനെ നമ്മൾ എവിടെ അങ്ങോട്ട് പോണ വഴിക്ക് പിന്നെ ഈ നാരായണൻ ഉണ്ടല്ലോ, അവന് ഇപ്പം മുണ്ട് വേണം. നമ്മൾ ഞാനും ശങ്കരനും മുണ്ട് എടുത്തല്ലോ, അതുകൊണ്ട് അവനിപ്പം മുണ്ട് വേണം. അങ്ങനെ നമ്മൾ ആ ലക്കി സെൻറ്ററിൽ വന്നു കേട്ടോ. ലക്കിയിൽ മുണ്ട് കിട്ടും. നമുക്ക് എന്തായാലും ലക്കീൻ്റെ അകത്തോട്ട് പോവാം, എന്നിട്ട് കാണിച്ചു തരാം ഗായ്സ്. അങ്ങനെ ഞാനും ഈ നാരായണനും കൂടി ഇവിടെ ലക്കിയിൽ വന്നു കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് മുണ്ട് എടുക്കണം. അപ്പോൾ മുണ്ടിൻ്റെ സെക്ഷനിൽ ഞാൻ പോവാം. ഇവിടെ കണ്ട ബേബീസിൻ്റെ ഇതല്ലാവോ, ബേബീസിൻ്റെ ഒക്കെ ഡ്രസ്സ് കിടക്കുന്നുണ്ടോ. മലയാളിയുടെയാണ് ലക്കി സെൻറ്റർ മലയാളിയില്ല. അപ്പോൾ നമുക്ക് മുണ്ട് കൊടുത്ത് ഇവിടെ നിന്ന് പോവാം. ആണ്ട് ഡ്രസ്സ് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. നമുക്ക് പിന്നെ മുണ്ട് ഇവിടെ നിന്നാണ് ഞാനും എടുത്തത്. ഓക്കെ, ഒരു 2-3 സെറ്റ് എടുത്തിട്ടുണ്ട്. NCRൻ്റെ ആണ്, MRLല്ല NCRൻ്റെ. അപ്പം നമ്മൾ ഇതെടുത്ത് ഇത് നോക്കി, പിന്നെ താണ്ട് അവന് ഗോൾഡ് മതി എന്ന് പറഞ്ഞ് ഗോൾഡ് നോക്കി. അപ്പോൾ ഗൈസ് നമ്മൾ താണ്ട് ഇതെടുത്തിട്ടുണ്ട്. ഇവന് ഇതെടുത്തിട്ടുണ്ട്. ഇവനിപ്പം മുണ്ട് വേണം. ഞാനും ശങ്കരൻ്റെ മുണ്ട് എടുത്തോണ്ട് ഇവനിപ്പം മുണ്ട് വേണം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നത് കേട്ടോ. പുറത്ത് നല്ല ചൂടാണ് മക്കളെ, ഉഴുത്ത് പോണ ചൂട്, വെളിയിറങ്ങാൻ വയ്യ. പണിയെടുത്തൊക്കെ മരിക്കുന്നു ഞാനിപ്പോൾ ചൂടായോണ്ടേ. അപ്പോൾ നമുക്ക് ഇത് പേയ്മെൻറ്റ് ചെയ്ത് ഇവനെ മുണ്ട് ഉടുപ്പിച്ച് നേരെ നമുക്ക് ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുണ്ടൊക്കെ വാങ്ങിച്ച് പേയ്മെൻറ്റ് ചെയ്ത് ഇവിടെ വെച്ച് തന്നെ ഇവനെ മുണ്ട് ഉടുപ്പിച്ച് നമുക്ക് കൊണ്ടുപോകാം. കഷ്ടമെന്ന് നോക്കണേ, കൊച്ചു പിള്ളേരെ മനസ്സാകാൻ. പക്ഷേ ഇവൻ കുറച്ച് വട്ടറാണ്, ചെറിയ വട്ടറൊന്നുമല്ല, വലിയ വട്ടറാണ്. ഇവനെ കണ്ടിന്യൂ മുണ്ട് ഉടുപ്പിക്കണം ഗൈസ്. അയ്യോ എന്തെല്ലാം കഷ്ടപ്പാടെന്ന് നോക്കി. അങ്ങനെ അവന് മുണ്ടൊക്കെ ഉടുപ്പിച്ച് നമ്മൾ ഇവനെ കൊണ്ട് നാരായൺ അവിടെ ഇതരത്തേക്കോ പിന്നെ ഞാൻ നേരെ ചുമ്മാ മുണ്ട് ഉടുപ്പിച്ച് കൊടുത്ത് ഇവ ഇപ്പോൾ ഉടുത്ത് വെച്ചിരിക്കണേ. കുഴപ്പമില്ല അച്ഛായ ഉടുപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇവർ ബില്ലടിച്ചത് ഞാൻ ബില്ലടിച്ചിട്ടല്ലേ നമ്മൾ മേളിൽ പോയത്. അവർ 4-5 പേര് 2-3 പേര് വന്നിട്ട് പറയാം, എന്താ ബില്ലടിച്ചോ, പേയ്മെൻറ്റ് ചെയ്തോ. ഇപ്പോൾ ഉടുത്തോണ്ട് വന്നപ്പോഴേ അകത്തുനിന്നേ പേയ്മെൻറ്റ് ചെയ്തോ എന്ന്. ഞാൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു ഗായ്സ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി താണ്ടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഗായ്സ്. ഇതാണ് താജ്മഹലിലെ ഇന്ത്യൻ അസോസിയേഷൻ. ഇതാണ്, ഇവിടെയാണ് മിക്ക പ്രോഗ്രാംസുകൾ നടക്കുന്നത്. ഓണപ്പരിപാടി, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് വിഷു അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നത് കേട്ടോ. എല്ലാവരും വരും എല്ലാം. അപ്പം നമുക്കിതിനകത്തോട്ട് കയറിയിട്ട് ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ എൻട്രൻസ് എത്തി ഇതിനകത്തോട്ട്. ശങ്കരല്ല ഒരു ലോഡ് ആൾക്കാരുണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്കിവിടെ അടുത്തെവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ചെയറെടുത്ത് ചെയറെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുന്നത് ഗൈസ്. എനിക്ക്
എന്നിട്ട് ഡീറ്റെയിൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വോയിസാണ് വോയിസ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് അത് ഫുഡ് കഴിക്കുന്നിടത്ത് പോവാം. ചങ്ങാണ് റെഡി ബൈ നിൽക്കുന്നുണ്ട്. അതായത് റെഡി ബൈ നല്ല സുന്ദരനായിട്ടുണ്ട്. നല്ല സുന്ദരൻ. ഗൈസ് ഇതാണ് പ്രസാദം. കണ്ടോ പ്രസാദം കണ്ടോ? കഴിച്ചു നോക്കാം. മോനെ നല്ല അമ്പലത്തിൽ പോയ ഒരു ഫീലാണ് കിട്ടി. അടിപൊളി അടിപൊളി അടിപൊളി. ഗൈസ് അത് എന്താ പറഞ്ഞേ, ആ ഒരു എന്താ പ്രസാദം കഴിച്ചപ്പോൾ നല്ലൊരു ഫീലായിരുന്നു മോനെ. നാട്ടിൽ പോയി ഞാൻ പെട്ടെന്ന്. അപ്പോൾ നമുക്ക് ഫുഡും വാങ്ങിച്ച് കഴിക്കാൻ പോകാം. ഇവിടേക്ക് പോകണ്ട കേട്ടോ. നല്ലൊരു അമ്പലത്തേക്ക് വയ്ക്കുന്ന ഫീൽ കിട്ടും. നക്ഷത്ര ஜெய் ஸ்ரீராம். செகண்ட் ரவுண்ட் ரசம் ஊர் அங்கே இருக்கு. செகண்ட் ரவுண்ட் ரசம் ஊர் அங்கே இருக்கு. നമുക്ക് കുറച്ച് മോര് കൂടി കഴിക്കാം. എന്താ ഗൈസ് ഞാൻ കഴിച്ചിട്ട് ഇതാ പറഞ്ഞു. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ കൊണ്ട് കളഞ്ഞ് ഇനി നമുക്ക് കുറച്ച് പായസം കുടിച്ചു നോക്കാം. എൻ്റെ അമ്മോ, ഒരു ഒടുക്കത്തെ സ്വീറ്റ്. നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട് കഴിച്ച്, നല്ല മധുരം. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫുഡും കഴിച്ച് പായസം കുടിച്ച് ഇനി നേരെ നമുക്ക് ഇവിടെ അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ച് എല്ലാവരെയും കണ്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അടുത്ത് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് അന്നദാനമൊക്കെ കഴിച്ച് അവിടെ നിന്ന് എന്നിട്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാണ്. ഇനി നേരെ റൂമിലോട്ടാണ്. ഇനി അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഇന്ത്യൻ അസോസിയേഷനിൽ പോയിട്ട് തിരിച്ചെത്തി. അവിടുത്തെ പ്രോഗ്രാമൊക്കെ നമ്മൾ കണ്ടില്ലേ. അതാണ് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ സീതാ കല്യാണമാണ്. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാദേവിയുടെയും ശ്രീരാമൻ്റെയും കല്യാണം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങാണ് അവിടെ കണ്ടത്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങാണ് ഗൈസ് അവിടെ നടന്നത്. ഇതിൻ്റെ കുറച്ച് പ്രോഗ്രാം അവിടെ ഈ നോർത്ത് ഇന്ത്യ സൈഡിൽ നടക്കും. അതിവിടെ നമ്മുടെ നാട്ടിലല്ലാത്തതുകൊണ്ട്, ഇവിടെ ഇന്ത്യ അല്ലാത്തതുകൊണ്ടും UAE ആയതുകൊണ്ട് അവിടെ ഇന്ത്യൻ അസോസിയേഷനിൽ അതായിട്ട് അവർ ചെറുതായിട്ട് നടത്തി. അങ്ങനെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി ഇതായിരുന്നു മെയിൻ.
അപ്പോൾ നമ്മളവിടെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരനും സ്വപ്നിലും ഈ പറഞ്ഞ കണക്ക് നാരായണനും ഇവരെല്ലാം നോർത്ത് ഇന്ത്യയിലാണ്, ഞാൻ മാത്രമേ ഉള്ളൂ കേരളത്തിലുള്ള ഇവിടെ. അപ്പോൾ അവരുടെ കൂടെ പോയി. പിന്നെ വിവേകണ്ണൊക്കെ വന്നു, അങ്ങനെ അവിടെ കുറച്ച് ഇരുന്നു. അപ്പോൾ എന്തായാലും ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കനും കൂടി നമുക്ക് നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് ചെയ്യുക. വീണ്ടും വരാം. ഓക്കെ.